നമസ്കാരം. ജോസ് തിയേറ്ററിൻ്റെ സ്റ്റാഫാണല്ലോ. എമ്പുരാൻ എന്ന് പറയുന്ന ലാലേട്ടൻ്റെ സിനിമ ഇപ്പോൾ ഒരുപാട് തിയേറ്ററുകളിൽ റിലീസിനെത്തിയിരിക്കുകയാണ്. അപ്പോൾ പ്രേക്ഷകർ അത്രമാത്രം കാത്തിരുന്ന ഒരു സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം തിയേറ്ററുകളിൽ നിന്നും നല്ലൊരു അഭിപ്രായമൊന്നും സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടില്ല എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ എങ്കിലും കൂടിയിട്ട് ഗംഭീരമായിട്ടുള്ള തിയേറ്ററിലേക്ക് ഫാമിലി അടക്കം വരുന്നൊരു കാഴ്ചകളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 4-ാം നാളിൽ ഈ ഒരു സിനിമ നിൽക്കുമ്പോൾ എന്താണ് ജോസ് തിയേറ്ററിൻ്റെ സ്റ്റാഫ് എന്ന് നൽകി ഇവിടുത്തെ ഒരു അവസ്ഥ? ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അന്ന് ഫസ്റ്റ് ഡേ തന്നെ നമുക്ക് ഞായറാഴ്ച തിങ്കളാഴ്ച വരയ്ക്കുള്ളത് എല്ലാം ഫുള്ളാണ്. ഇപ്പോഴും ആളുകൾ ടിക്കറ്റിന് വേണ്ടി ഓടി നടക്കുകയാണ്. ഇപ്പോൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഈ ഒരു വിഷയം വന്നതോടുകൂടി വെട്ടുന്നതിന് മുമ്പ് കാണണം എന്നുള്ള ജനങ്ങളുടെ ക്രൗഡാണ് ഇപ്പോൾ ഓടി നടക്കുന്നത്. 17 സീന് കട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പോൾ ഇപ്പോഴാണ് ആളുകൾ കൂടുതൽ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴാണ് ടിക്കറ്റ് എവിടെ ഉള്ളെങ്കിൽ അവിടെ പോയിട്ട് കണ്ട് വെട്ടുന്നതിന് മുമ്പ് കാണണം എന്നുള്ള ഒരു തിരക്കിലാണ് ഇപ്പോൾ ജനങ്ങൾ ഓടി നടക്കുന്നത്. എന്താണ് വെട്ടാൻ പോകുന്നത് എന്നുള്ളത് അറിയാനുള്ളത്. വെട്ടുന്നതിന് മുമ്പ് ആളുകൾക്കൊക്കെ കണ്ടു തീർക്കണം എന്നുള്ളൊരു രീതിയിലാണ് ഇപ്പോഴത്തെ അവസ്ഥ. സത്യത്തിൽ ഇപ്പോൾ ആ ഒരു വിവാദം സിനിമയ്ക്ക് കൂടുതൽ ബൂസ്റ്റിംഗ് ആയി എന്ന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഇപ്പോൾ അതുകൊണ്ടാണല്ലോ ആളുകൾ ഇത് വെട്ടാൻ പോകണു എന്നുള്ള ന്യൂസ് വന്നതോടുകൂടി ടിക്കറ്റിന് വേണ്ടിയിട്ട് പരക്കം പാച്ചിലാണ് ഇപ്പോൾ ഒന്നുകൂടി ഉണർന്നു എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ എക്സാം ഒക്കെ നടക്കുന്ന ഒരു സമയമായിരുന്നു. ഇപ്പോൾ യൂത്ത്, അതായത് പിള്ളേരൊക്കെ ഇപ്പോൾ വന്നു തുടങ്ങിയില്ല എക്സാം കഴിഞ്ഞ ശേഷം? ഇപ്പോൾ പിള്ളേരുകളാണ് കൂടുതലും വരുന്നത്. അപ്പോൾ തന്നെ ഫാമിലിയും ഒപ്പം തന്നെ കൂടെ വരുന്നുണ്ട്. ഇന്നിപ്പോൾ ഞായറാഴ്ച ദിവസം എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ കാണുന്നത്? ടിക്കറ്റ് രാവിലെ തൊട്ട് ആളുകള് ടിക്കറ്റിന് വേണ്ടിയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇവിടെ നമുക്ക് എല്ലാം ഫുള്ളാണ്. ഇന്നും നാളെയൊക്കെ ഒരുവിധം ഫുള്ളായിട്ടാണ് പോയിട്ടുള്ളത്. പിന്നെ ഇനിയിപ്പോൾ എവിടെ ടിക്കറ്റ് കിട്ടും, എവിടം വരെ പോകാനും ആളുകൾ തയ്യാറായിട്ടാണ് നിൽക്കുന്നത് ഈ ഒരു വിഷയം വന്നതോടുകൂടി. ഓക്കെ, ജോസ് തിയേറ്റർ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ഇഷ്ടമുള്ള ഒരു തിയേറ്ററാണ്. കേരളത്തിൽ തന്നെ ഏറ്റവും ആദ്യത്തെ സിനിമാ തിയേറ്റർ എന്ന പേരും കൂടി ഉണ്ടല്ലോ. അതെ, പിന്നെ സൗണ്ടും കാര്യങ്ങൾക്കൊക്കെ ഭയങ്കരമായിട്ട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ള ഒരു സ്ഥലങ്ങളിൽ നിന്നും ഇവിടെ സ്ഥിരമായിട്ട് സിനിമ കാണാൻ വരുന്ന ആളുകൾ, സ്ഥിരം കസ്റ്റമേഴ്സ് ഉണ്ട് ഇവിടെ. അവതാർ എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമല്ലേ സൗണ്ടും കാര്യങ്ങളൊക്കെ തിയേറ്റർ സ്റ്റാർട്ട് ചെയ്തത്, വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്? അതെ, അവതാർ എന്ന് കൂടിയിട്ടാണ്. അന്നാണ് നമ്മുടെ 4K അറ്റ്മോസും കാര്യങ്ങളൊക്കെ ക്രിസ്റ്റിയുടെ കാര്യങ്ങളൊക്കെ ഒരുക്കിയത്. ഒരു ബോളിവുഡ് സിനിമ കാണാനുള്ള ഒരു എല്ലാ സെറ്റപ്പുകളും ഫെസിലിറ്റീസും ജോസിൽ ഒരുക്കിയിട്ടുണ്ടല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ എമ്പുരാൻ എന്നൊക്കെ പറയുന്ന സിനിമ തീർച്ചയായിട്ടും ഇവിടെ തന്നെ കാണണം എന്നുള്ളത് അതിന്റെ ഒരു എഫക്റ്റ് ഇല്ലല്ലേ? ഇവിടെ എന്ന് പറഞ്ഞാൽ ആർക്കും സൗണ്ടിനെ കുറിച്ച് മറിച്ചൊരു അഭിപ്രായം ഉണ്ടാവില്ല. അത് കുറെ പ്രേക്ഷകര്, നമുക്ക് സ്ഥിരമായിട്ടുള്ള പ്രേക്ഷകരൂടെ ഉണ്ട്. ഓക്കെ, അത്ര ഫാൻസ് ഉള്ള ഒരു തിയേറ്ററും കൂടിയാണ് ജോസ് തിയേറ്റർ. ഓക്കെ, ഇറങ്ങിയിട്ടുള്ള എല്ലാ സിനിമകളും ഇപ്പൊ നല്ല രീതിയിൽ ഇവിടെ ഓടി കളിച്ചില്ലേ? ഇവിടെ ഒരുവിധം കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാ പടങ്ങളും പോയിട്ടുണ്ട്. എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ പൃഥ്വിരാജിൻ്റെ സംവിധാനത്തിൽ ഇറങ്ങിയിട്ടുള്ള ഈ ഒരു സിനിമ എന്താണ് സ്റ്റാഫ് നൽകി താങ്കൾക്ക് ഒരു പ്രേക്ഷകനെ നൽകി എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞു, ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു, നമ്മൾ ഏതൊരു പടം കണ്ടിട്ട് വിലയിരുത്തുക, അതാണ് മെയിനായിട്ട് വേണ്ടത്. അല്ലാതെ ഇപ്പോൾ നമ്മൾ ഈ റിവ്യൂവേഴ്സ് റിവ്യൂ കണ്ടു, അല്ലെങ്കിൽ അതിൽ ഇത്ര കണ്ടു, അല്ലെങ്കിൽ ഇത്ര പോയിന്റ് വന്നു, അതൊന്നും നോക്കിയിട്ട് നമ്മൾ സിനിമ കണ്ടിട്ട് കാര്യമില്ല. നമ്മളൊരു പടം, ആ പടം എത്ര ഇതാണെങ്കിലും നമ്മളത് കണ്ടിട്ട് വിലയിരുത്തുന്നതും കേട്ടിട്ട് വിലയിരുത്തുന്നതും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ പറഞ്ഞു ഇതിനെല്ലാം മുമ്പ്, എൻ്റെ വീട്ടുകാർ, ഞാൻ ഒരു പടം കണ്ടിട്ട് എനിക്കിഷ്ടപ്പെട്ടില്ല, ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ആ പടം എനിക്കിഷ്ടപ്പെട്ടില്ല. അവർ വന്ന് കണ്ടിട്ട് പറഞ്ഞു ആ പടം നന്നായിട്ടുണ്ടല്ലോ, ഇതെന്തോ മോശമാണെന്ന് പറഞ്ഞു. അങ്ങനെ പലർക്കും പല ടേസ്റ്റാണ് ഓരോ സിനിമയെക്കുറിച്ച്. നിങ്ങളുടെ ആ കാഴ്ചപ്പാടാവില്ല എനിക്കുള്ളത്. തീർച്ചയായിട്ടും ഈ പടത്തിനെ കുറിച്ച് ചില ആളുകൾ മോശം അഭിപ്രായം പറയുന്നുണ്ട്, കുറേ ആളുകൾ നല്ല അഭിപ്രായം പറയുന്നുണ്ട്. അപ്പോൾ അത് ഓരോരുത്തരുടെ ടേസ്റ്റാണ്. അല്ലാതെ ഇപ്പോൾ നമ്മൾ റിവ്യൂ നോക്കിയിട്ടും അല്ലെങ്കിൽ അതിലത്തെ ഇത് നോക്കിയിട്ടൊന്നും നമ്മൾ പടത്തിനെ വിലയിരുത്തിയിട്ട് കാര്യമില്ല. നമ്മൾ പടം കണ്ട് തന്നെ, തിയേറ്ററിൽ വന്ന് പടം കണ്ട് തന്നെ നമ്മൾ ഓരോ പടങ്ങൾ വിലയിരുത്തണം. എത്രയോ പടങ്ങൾ ആളുകൾ ഈ റിവ്യൂ നോക്കിയിട്ട് വരാതിരുന്നിട്ടുള്ള പടങ്ങൾ എത്രയോ ഉണ്ടായിട്ടുണ്ട്, നല്ല പടങ്ങൾ. രാഷ്ട്രീയം കുത്തിക്കയറ്റിയത് കൊണ്ട് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമയ്ക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടോ ഒരു കാഴ്ചക്കാർക്കിടയിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് രാഷ്ട്രീയമായിട്ട് വലിയ പിടിപാടും കാര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് രാഷ്ട്രീയത്തിനെ കുറിച്ച് അതിൽ കൂടുതലായിട്ടുണ്ടോ ഇല്ല എന്നുള്ളത് നമുക്ക് വിലയിരുത്താനായിട്ട് ഞാൻ ആളല്ല. ഒരു സിനിമാ പ്രേക്ഷകൻ എന്ന നിലയ്ക്ക് ഈ ഒരു സിനിമ നല്ല രീതിയിൽ തന്നെയാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഇവിടത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, തിങ്കളാഴ്ച ഈ ഒരു ആഴ്ച, ഇനി ഞായറാഴ്ച വരയ്ക്കും ഇവിടെ ഒരുവിധം ഗംഭീര തിരക്ക് തന്നെയാണ് പോകുന്നത്. ഓക്കെ, നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇവിടെ പാർക്കിങ്ങുകൾ കാണുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നുണ്ട്. പിന്നെ ഓൺലൈനിലാണ് കൂടുതൽ ടിക്കറ്റുകളും പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? ഓക്കെ.